അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര. തിരുവില്ലോമല ചെറുതുരുക്കോവിൽ ക്ഷേത്ര പരിസരത്ത് പഴയ വിഗ്രഹങ്ങൾ അനാഥമായി ഉപേക്ഷിക്കപ്പെടുന്ന പ്രവണത വർദ്ധിക്കുന്നു. ഭക്തിയുടെ പേരിൽ പുണ്യഭൂമിയെ മലിനമാക്കുന്ന ഈ അനാചാരം വിശ്വാസികളുടെ മനസ്സിനെ നോവിക്കുന്നതിനോടൊപ്പം പ്രദേശത്തിന്റെ പവിത്രതയും നശിപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട നാം നെഞ്ചോട് ചേർത്ത് വണങ്ങിയ ആ വിഗ്രഹങ്ങൾ ഒരു നാൾ തെരുവോരത്ത് അനാഥമായി കിടക്കുന്നത് കണ്ടാൽ ഏതൊരു വിശ്വാസിയുടെയും ഉള്ളൊന്നു പിടയില്ലേ? ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന തിരുവില്ലാമലയുടെ പുണ്യഭൂമിയിൽ നിന്ന് ഭക്തിയുടെ പേരിൽ അത്തരമൊരു നൊമ്പര കാഴ്ചയാണ് പടരുന്നത്. ചെറുത്രോക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്തെ ആലിന്തറകൾ ഇന്ന് ഉടഞ്ഞ വിഗ്രഹങ്ങളുടെയും കീറിപ്പറഞ്ഞ ദൈവചിത്രങ്ങളുടെയും നിശബ്ദമായ ശ്മശാനമായി മാറിയിരിക്കുന്നു. പൂജാമുറികളിൽ ചന്ദനത്തിരിയുടെ ഗന്ധത്താൽ ദൈവിക ചൈതന്യമായി നാം കണ്ടിരുന്ന വിഗ്രഹങ്ങളാണ് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ വഴിയോരത്തെ പൊടിപടലങ്ങളിലേക്ക് അനാഥമായി വലിച്ചെറിയപ്പെടുന്നത്. പവിത്രമായി പൂജിക്കുന്ന ബിംബങ്ങൾ ഇത്തരത്തിൽ തെരുവോരങ്ങളിലും ആലിൻചുവട്ടിലും ഉപേക്ഷിക്കുന്നത് യഥാർത്ഥ ഭക്തിയാണോ, അതോ സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമോ? ഓരോ ദിവസം കഴിയുന്തോറും ഇവിടെ കുന്നുകൂടുന്ന വിഗ്രഹങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് പ്രദേശത്തിന്റെ പവിത്രതയും ശുചിത്വത്തെയും ഒരുപോലെ ബാധിക്കുന്നു. ശാസ്ത്രീയമായും ആചാരപരമായും ഇവ നിർമ്മാർജ്ജനം ചെയ്യാൻ തന്ത്രവിധിപ്രകാരം കൃത്യമായ വഴികളുണ്ട്. വിഗ്രഹങ്ങൾ ഉടഞ്ഞാൽ അവ വിധിപ്രകാരം ആഴക്കടലിലോ ഒഴുകുന്ന പുഴകളിലോ നിർമ്മാർജ്ജനം ചെയ്യുകയോ അല്ലെങ്കിൽ ഭൂമിയിൽ ആഴത്തിൽ കുഴിച്ചിടുകയാണ് വേണ്ടത്. എന്നാൽ ഈ ചിട്ടവട്ടങ്ങൾ മറന്ന് പുണ്യകേന്ദ്രങ്ങളെ മാലിന്യക്കൂമ്പാരമാക്കുന്ന ഈ പ്രവണത തികച്ചും സാമൂഹ്യ വിരുദ്ധമാണെന്ന് പൊതുവെ ഉയരുന്ന അഭിപ്രായം. കാണിക്കയർപ്പിക്കാനും അനുഗ്രഹം തേടാനുമെത്തുന്ന ഭക്തരുടെ പാദങ്ങൾ ഈ ദൈവരൂപങ്ങളിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന നോവ് വാക്കുകൾക്ക് അപ്പുറമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട ആ വിഗ്രഹങ്ങളോട് കാട്ടുന്ന ഈ അനാദരവ് സംസ്കാരത്തിന്റെ അപജയം കൂടിയാണ് വെളിപ്പെടുത്തുന്നത്. തിരുവില്ലാമലയുടെ സാംസ്കാരിക പൈതൃകത്തെയും ക്ഷേത്രവിശുദ്ധിയെയും തകർക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെ അധികൃതരും ഭക്തജനങ്ങളും ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. CCTV ക്യാമറകൾ സ്ഥാപിച്ചും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചും ഈ അനാചാരത്തിന് അറുതി വരുത്തേണ്ടതുണ്ട്. ദൈവത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവർക്ക് എങ്ങനെ അവരെ തെരുവിൽ തള്ളാനാകുമെന്ന ആത്മപരിശോധന ഓരോ വിശ്വാസിയും നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഭക്തി എന്നത് വഴിപാടുകളിൽ മാത്രമല്ല, നാം ആരാധിക്കുന്ന ബിംബങ്ങളോടുള്ള ആദരവിലും പരിസര ശുചിത്വത്തിലും കൂടിയാണെന്ന് തിരിച്ചറിയാം. പുണ്യഭൂമിയെ മലിനമാക്കാതെ വിശ്വാസത്തിന്റെ ചൈതന്യം കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കൈകോർക്കാം. മന്ത്രധ്വനികൾ ഉയരേണ്ട ആലിൻചുവടുകൾ ഉടഞ്ഞ വിഗ്രഹങ്ങളുടെ ശ്മശാനമാകാൻ അനുവദിക്കരുത്.